നമസ്തേ മൈ ഡിയർ സ്റ്റുഡൻസ്. സോ നമ്മൾ നമ്മുടെ 7th കമ്പ്യൂട്ടർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബുക്ക് എല്ലാവരും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കമ്പ്യൂട്ടറിൻ്റെ ടെക്സ്റ്റ് viva.comൻ്റെ ബുക്ക് എല്ലാവരും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ് ഉള്ളത്. നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ചാപ്റ്റർ, അപ്പോൾ അതിലേക്കെല്ലാം നമുക്ക് നീങ്ങാം. ഫസ്റ്റ് ചാപ്റ്ററാണ് ക്രിയേറ്റിംഗ് ചാർട്ട്സ് ഇൻ MS Excel. സോ എക്സൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതായിരുന്നു. എക്സലിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സലിൽ റോസ് കോളംസ് ആയിട്ട് വരുന്നതാണ്. എക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ അകത്ത് തന്നെ വരുന്ന ഒരു പാക്കേജിൽ വരുന്നതാണ്. മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ്, മൈക്രോസോഫ്റ്റ് എക്സൽ, മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് ഇങ്ങനെയൊക്കെ വരുന്ന കൂട്ടത്തിലുള്ള തന്നെയാണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. ഇതൊരു ഓഫീസ് പാക്കേജിൽ വരുന്നതാണ്. മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ കീഴിൽ വരുന്ന അതിൻ്റെ കമ്മിങ് അണ്ടർ ദ മൈക്രോസോഫ്റ്റ് ഓഫീസ്. ലാസ്റ്റ് ഇയർ വി ഹാവ് ഡിസ്കസ്ഡ് സം points regarding that, how to insert row, how to create column, etc. and all. So this year നമ്മൾ അതിൻ്റെ കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുക. ഇതാണ് ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നോക്കാനുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ എക്സാം എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ? എക്സാം കഴിയാറായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ടീച്ചേഴ്സ് മാർക്കൊക്കെ തരാൻ തുടങ്ങിയോ? തരുന്നുണ്ടെങ്കിൽ അല്ലേ നല്ല മാർക്കൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? സോ നമുക്ക് നിങ്ങളുടെ ചേച്ചിമാരെയും സാറുമാരെയും നമുക്കൊന്ന് സഹായിക്കാം. ഈ ചാപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ടീച്ചേഴ്സിന് വേണമെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ കാണുന്നത്. എക്സാമെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ടീച്ചേഴ്സ് മാർക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും അല്ലേ? ഇതേപോലെ ആയിരിക്കും മാർക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടായിരിക്കും. നിങ്ങളുടെ സ്ക്രീനിൽ കാണാം അല്ലേ? ഞാൻ കുറച്ച് വെറുതെ ഒരു പേരടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പേരിങ്ങനെ താഴത്തേക്ക് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മാർക്ക് സബ്ജക്റ്റിൻ്റെ മാർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്തിനാണ് നമ്മളിങ്ങനെ കമ്പ്യൂട്ടറിൽ മാർക്കൊക്കെ എൻ്റർ ചെയ്യുന്നത്? കുറച്ച് ഭംഗിയുണ്ടായിരിക്കും, എഴുതേണ്ട ആവശ്യമില്ല അല്ലേ? ഇറ്റ് ഈസ് വെരി ഈസി ടു സ്റ്റോർ, ഈസി ടു മെയിൻറ്റെയിൻ ദ ഡാറ്റ. ദാറ്റ് ഇസ് എ മെയിൻ യൂസ് ഓഫ് യൂസിങ് ദ കമ്പ്യൂട്ടർ. സോ നമുക്ക് ഇപ്പോൾ ഇത് വേർഡിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് മാർക്ക് ലിസ്റ്റ് അല്ലേ? നിങ്ങളുടെ ടീച്ചർ നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ, ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് എടുക്കുന്ന ചേച്ചി നിങ്ങളുടെ സബ്ജക്റ്റ് എൻ്റർ ചെയ്തിട്ടുണ്ട്, മാത്സിൻ്റെ ചേച്ചി മാർക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്, സയൻസ് ഉണ്ട്, ഹിന്ദി ഉണ്ട്. ഇങ്ങനെ മാർക്ക് ലിസ്റ്റ് എല്ലാം ഇങ്ങനെ വേർഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു 4 പേരെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ, കുഴപ്പമില്ല അല്ലേ? ഇതിൽ ആരാണ് മാത്സിൽ ടോപ്പർ, ആരാണ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇംഗ്ലീഷിൽ ടോപ്പർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഹിന്ദിയിൽ ടോപ്പർ കണ്ടുപിടിക്കാനും വളരെ എളുപ്പമാണ്. ഇതിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 30 അല്ലെങ്കിൽ 40 50 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വിചാരിക്കുക. അപ്പോൾ ഇത് എളുപ്പമായിരിക്കും, ഇതേപോലെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. നമുക്കിങ്ങനെ നോക്കി ഓരോന്നായിട്ട് ഇങ്ങനെ താഴത്തേക്ക് നോക്കി എടുക്കേണ്ടി വരും അല്ലേ? ഇറ്റ്സ് നോട്ട് വെരി ഈസി, ഐ തിങ്ക് സോ. സോ നമുക്കിതിന് കുറച്ചും കൂടിയും സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മാർക്ക് ലിസ്റ്റ് തന്നെ നമുക്ക് എക്സലിൽ ചെയ്ത് നോക്കാം. എക്സലിൽ നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇത് സെയിം മാർക്ക് തന്നെയാണ് ഇതിൽ കാണാം. എക്സലിൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതായിരുന്നു. ഇതാണ് സെൽ എന്ന് പറയുന്നത്, ഇതാണ് റോ എന്ന് പറയുന്നത്, ഞാൻ ഈ സെലക്ട് ചെയ്യുന്നതാണ് റോ എന്ന് പറയുന്നത്. ഇതാണ് കോളം എന്ന് പറയുന്നത്, മുകളിൽ താഴത്ത് ഇങ്ങനെ ABCDEFG എന്ന് എഴുതിയിട്ടുള്ളത് കോളം. ലെഫ്റ്റിന് പോകുന്നത് 1 2 3 4 എന്ന് പറയുന്നത് റോ അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുന്ന റോസ് ആൻഡ് കോളംസും കൂടി കൂടിയതാണ് ഒരു എക്സൽ സ്പ്രെഡ് ഷീറ്റ് എന്ന് പറയുന്നത്. അവിടെ കാണാം സ്പ്രെഡ് ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിത് ഈ ഒരു എക്സൽ ഷീറ്റിലേക്ക് നമ്മളിതേ മാർക്ക് ലിസ്റ്റ് എൻ്റർ ചെയ്തു. ഇനി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞുള്ള ഗുണം, നമുക്കിതിനെ പെട്ടെന്ന് തന്നെ പിക്ചർ ഫോർമാറ്റിലേക്ക് മാറ്റാം. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ഈ പറഞ്ഞ സംഭവത്തിനെ നമുക്ക് ഈ ഫോർമാറ്റിലേക്ക് മാറ്റിയെന്ന് വിചാരിക്കാം. ഇനി ഒന്ന് നോക്കി നോക്കൂ, ഇതാണോ കണ്ടുപിടിക്കാൻ എളുപ്പം, ഇതാണോ എളുപ്പം? ഒരു എക്സാമ്പിൾ ഞാൻ ചോദിക്കട്ടെ, അലിയുടെ ഏറ്റവും ലീസ്റ്റ് മാർക്ക് ഏത് സബ്ജക്റ്റിനാണ്? അലി എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റിലെ ലീസ്റ്റ് മാർക്ക് ഏത് സബ്ജക്റ്റിനാണ്? പെട്ടെന്ന് കണ്ടുപിടിക്കാം അല്ലേ? ഇവിടെ 65 എന്ന് പറഞ്ഞു കൊടുത്ത് കാണാം. ഏതാ? സയൻസിന് കാണാം ഇവിടെ അല്ലേ? ഇനി നെക്സ്റ്റ് ഒരു ചോദ്യം, ജോസഫ്, ദ ഹയസ്റ്റ് മാർക്ക് ഓഫ് ജോസഫ്, വെരി ഈസി ടു ഫൈൻഡ് ഹിയർ, 85. 85 is for maths. Then Ravi's mark of science, മാർക്ക് രവിയുടെ സയൻസിൽ മാർക്ക് which is at mark 75 അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും
ഇങ്ങനെ കൊടുക്കുന്നതിനെക്കാട്ട് ഇതിപ്പോൾ ഒരു 5 മാർക്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ, 5 മാർക്സ് ഇവിടെയുണ്ട്, 4 മാർക്സ് കുഴപ്പമില്ല. പക്ഷേ ഇതൊരു വലിയൊരു ഡാറ്റ ആണെങ്കിലോ, ഒരു 10, 20, 30, 40 സ്റ്റുഡൻസിൻ്റെ ഡാറ്റ ആണെങ്കിൽ ഇത് നോക്കി നോക്കുക, ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണോ? നോ, ഇറ്റ്സ് വെരി difficult to find the highest mark or least mark or compare the data. So here we are coming to the importance of chart. Okay, let's see what is a chart. A chart is a pictorial representation of data in a workbook which help us to compare and analyze data and observe patterns and trends in it. Simple ആണല്ലേ. ഈ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചോറൽ റിപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ. ഇതാണ് ഡാറ്റ എന്ന് പറയുന്നത് അല്ലേ, ഈ കാണുന്നതിനാണ് ഡാറ്റ എന്ന് പറയുന്നത് ആണല്ലോ. നമ്മൾ ഈ ടൈപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡീറ്റെയിൽസിന് ഡാറ്റ ആണ് ഉദ്ദേശിച്ചത്. ഈ ഡാറ്റയുടെ പിക്ചോറൽ റിപ്രസെൻറ്റേഷൻ, പിക്ചോറൽ റിപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് മീൻ ബൈ പിക്ചോറൽ? ഗ്രാഫിക്സ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ജോമെട്രിക് ഷേപ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിനാണ് പിക്ചോറൽ റിപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, കുറച്ചും കൂടി സിംപ്ലിഫൈ, ഹെൽപ്സ് ടു വാട്ട്, ഹെൽപ്സ് ടു കമ്പയർ ആൻഡ് അനലൈസ്. നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. റിയ, കമ്പയർ ദ മാർക്സ് ഓഫ് റിയ ആൻഡ് അലി, ഓർ വി ക്യാൻ കമ്പയർ ദ മാർക്ക് ഓഫ് രവി ആൻഡ് ജോസഫ്, ഓർ വി ക്യാൻ കമ്പയർ ദ മാർക്സ് ഓഫ് മാത്സ് സബ്ജect, or we can compare the marks of English subject. Okay, it is very easy to compare and analyze the data and observe the patterns and trends. We can observe the patterns which are the growth of this ഡാറ്റ. നമ്മുടെ അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ് പോകുന്നത്, ടോപ്പിലേക്കാണ് പോകുന്നത്, കുട്ടിയുടെ ഏത് നമ്മുടെ ഇത് പഠന നിലവാരം എങ്ങനെയാണ്, മുകളിലേക്കാണോ താഴത്തേക്കാണോ എന്നൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് ഇസ് ദ യൂസ് ഓഫ് ചാർട്ട്. We can say that a chart is a pictorial representation of data in a workbook. എന്ത് വർക്ക് ബുക്കിന് ഉദ്ദേശിച്ചത്? നമ്മളെ സംസ്കൃതത്തിൻ്റെ ഇംഗ്ലീഷിനൊക്കെ വർക്ക് ബുക്കിനാണോ ഇവിടെ ഉദ്ദേശിച്ചത്? അല്ല, ഇതിനെയാണ് വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. ഈ എക്സലിൽ കാണുന്ന ഈ ഒരു ഷീറ്റിനെയാണ് ഇതിനെയാണ് നമ്മൾ വർക്ക് ബുക്ക് എന്ന് പറയുന്നത് അല്ലേ. ഈ ഒരു വർക്ക് ബുക്കിൽ നമ്മൾ ഈ ഒരു ഡാറ്റ കൊടുത്ത് ഈ ഡാറ്റേനെ നമ്മളൊരു പിക്ചർ ഫോർമാറ്റിലേക്ക് മാറ്റാം, ഇതേപോലുള്ള പിക്ചർ ഫോർമാറ്റിലേക്ക് മാറ്റാം. അതെങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എത്ര ടൈപ്സ് ഓഫ് ഡാറ്റ ഉണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കാണാൻ വേണ്ടി പോകുന്നത്. നോക്കാം, സിമ്പിളാണ് പരിപാടി, വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യം നമ്മുടെ കയ്യിൽ എന്ത് വേണം, ഒരു ഡാറ്റ വേണം അല്ലേ. അതായത് മാർക്ക് കിട്ടിയാലേ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. വെറുതെ ഒരു ചാർട്ട് വരച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാർട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റുമോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ചാർട്ടൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ, ചപ്പാത്തി ചാർട്ട്, ബാർ ചാർട്ട് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? അത് തന്നെയാണ് ഇവിടെയും കിടക്കുന്നത്. സോ നമുക്ക് കാണേണ്ടത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ആദ്യം വേണ്ടത് എക്സൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഒരു ഡാറ്റ നമ്മുടെ കയ്യിൽ വേണം. ഇത് അതിന് എളുപ്പത്തിന് വേണ്ടി ആദ്യം ചെയ്ത് വെച്ചതാണ്. കുഴപ്പമുണ്ടോ? നമുക്കറിയണ കാര്യമാണല്ലോ, ഒരു എക്സലിൽ ടൈപ്പ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയണമല്ലോ, പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണല്ലോ കഴിഞ്ഞ വർഷം. ഓക്കെ, വെരി ഗുഡ്. സോ ഇതേപോലെ ഡാറ്റ ഉണ്ടാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് സെലക്ട് ദാറ്റ് ഡാറ്റ. സി വാട്ട് ഐ ആം ഡൂയിങ്, ജസ്റ്റ് സെലക്ട് ദാറ്റ് ഡാറ്റ. ഓക്കെ, ജസ്റ്റ് സെലക്ട് ഇറ്റ് ആൻഡ് just go to insert tab. Okay, here we can see different tabs: home, insert, page layout, format, formula, data, review, view, etc. Just go to insert tab. In the insert tab we can see different groups. First one is table group. Here you can see the name table. Next is illustration group. Next is chart group, sparkline, etc. etc. Here we want to see the chart group. So first step is select the data, then go to insert tab. From the insert tab, from the chart group, you can see different types of charts. Okay, column chart, line chart, pie chart, bar chart, area, scatter, and more other charts. Okay, first we can see symbol chart, column chart, and under that column chart also we can see different column charts are there. See, 2D, 3D, cylinder, cone, pyramid. You can select any of this. See how simple the chart became. This is a simple method for creating a chart, and this is the pictorial representation of this data. See, ഇതൊരു ഡാറ്റ ആയിരുന്നു. ഈ കൊടുത്തുള്ള നമ്മൾ വെറുതെ മാർക്ക് ലിസ്റ്റ് എൻ്റർ ചെയ്ത ഡാറ്റ ആയിരുന്നു. ഈ ഒരു മാർക്കിൻ്റെ ഒരു പിക്ചോറൽ റെപ്രസെൻറ്റേഷനാണ് ഇപ്പോൾ ഈ കാണുന്നത്. കിട്ടിയാ? സിമ്പിളല്ലേ പരിപാടി? ഇനി നമുക്കിതിൽ തന്നെ മെയിനായിട്ട് വരുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഉണ്ട്. ഇതിൽ നമ്മൾ കണ്ടു, ഇൻസേർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം
എന്താണ് 2D 3D. What is 2D and 3D? Let's see this. Charts are of mainly two types, 2-dimensional and 3-dimensional. Here I have given three pictures. Here you can see 1D, that is 1 dimension. Here it is 2D, 2 dimension, and here it is 3D, 3 dimension. And see this 1 dimension means it consists of only one axis, x axis. Okay, and in the case of 2 dimension you can see x and y axis. See, x axis and y axis. And the case of 3 dimension you can see the difference. There is only one more axis, is the z axis, that is this. Okay, 1 dimensional is only having a single axis, and for 2 dimensional the picture will be like this, and for 3 dimension picture will be like this, that is x, y and z. Okay, just compare, one second, just compare this 1 dimension x and 2 dimensional x, y, and 3 dimensional x, y, z. Compare these shapes. It's a 2D circle, and when we are drawn the circle in 3D it will become a cylinder shape. Got it? And in case of 2D a square will be like this. In the case of 3D the shape will be like this, and we can say that's cube. And the case of a rectangle, 2D shape is like this, and for 3D the rectangle shape will be like this. So you can cuboid. Third axis you can see this x axis, z axis, z axis. Similarly in the case of chart also we can select the 2D or 3D graph. See, this is a 3D graph. We can move, just a second. Okay, and zooming this, here the picture has a 3D third axis. Back like a portion പോണുണ്ടോ, that is the 3D. നമുക്ക് 2Dയിൽ കണ്ടായിരുന്നപ്പോൾ അതുണ്ടായിരുന്നോ? ഇവിടെ നോക്കൂ, ഈ 2D ഗ്രാഫ് എന്ന് പറയുമ്പോൾ അതുണ്ടായിരുന്നോ? ഇല്ല, ഇത്രയും ഉണ്ടായിരുന്നു. ഇതാണ് ഒരു 2D ഗ്രാഫ്. ദിസ് ഇസ് എ 3D ചാർട്ട്. ഓക്കെ ആണല്ലോ? So let's discuss one more thing. Once again, chart is a pictorial representation of data in a workbook which help us to compare and analyze data and observe patterns and trends in it. Okay, that's the pictorial presentation. And here we have seen the steps for creating the chart. First select the data, then go to the insert tab, and from the insert tab you can see different groups. From the chart group select the type of data which you want and select the chart. Simple method. Okay, yes. Next we can see so many names are there, so many colors are there, lines are there. Here I can see some more names are there. We can see the components. Please wait. Okay, we can see different components in a chart. First one is data series. Here you can see data series. What is a data series? Anyone can say? Yes, data series is nothing. ഈ കാണുന്നതിനാണ് നമ്മൾ ഡാറ്റ സീരീസ് എന്ന് പറയുന്നത്. നമ്മൾ എക്സലിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഡാറ്റേനെയാണ് നമ്മൾ ഡാറ്റ സീരീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It is refers to the data entries from which a chart is derived. ചാർട്ട് ഡിറൈവ് ചെയ്ത് എവിടുന്നാണോ ആ ഡിറൈവ് ചെയ്ത ആ ഡാറ്റേനെയാണ് നമ്മൾ ഡാറ്റ സീരീസ് എന്ന് പറയുന്നത്. കണ്ടോ, ഈ കാണുന്ന ഈ ഒരു നമ്മൾ വർക്ക്ഷീറ്റിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഈ ഒരു പോർഷനെയാണ് ഡാറ്റ സീരീസ് എന്ന് പറയുന്നത്. നമുക്ക് ഡാറ്റ സീരീസ് എപ്പോൾ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാൻ ചാർട്ടൊക്കെ ക്രിയേറ്റ് ചെയ്തു, എനിക്ക് തോന്നണം രവിയുടെ മാർക്ക് മാത്സിന് മാർക്ക് അവന് 90 മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മാർക്ക് ചേഞ്ച് ചെയ്തു. മാർക്ക് മാത്രമാണോ ചേഞ്ച് ചെയ്തത്? ഇവിടെ ശ്രദ്ധിച്ച് നോക്കുന്നു, ഇതിൽ ഇവിടെ മാർക്കും ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആയി.
ഇനി നെക്സ്റ്റ് രവിയുടെ അല്ല ഇനി ജോസഫിൻ്റെ മാർക്ക് 85 ആയിരുന്നില്ല. ഇവിടെ ജോസഫിന് ഇപ്പോൾ എത്ര മാർക്കുള്ളത്? 85. ഇവിടെ കണ്ടോ? ഈ 85ന് പകരം ഞാൻ അവിടെ അവന് 100 മാർക്കായിരുന്നു കൊടുത്തു. ജസ്റ്റ് മാർക്ക് ഞാൻ ചേഞ്ച് ചെയ്തു. എന്താ സംഭവിച്ചു? ഇവിടെ മാർക്ക് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആയി അല്ലേ? ഓക്കെ. അത് നമ്മൾ എന്ത് ഡാറ്റ സീരീസിൽ നമ്മൾ ചേഞ്ച് വരുത്തിയാലും ഈ ചാർട്ടിലും അത് ഓട്ടോമാറ്റിക്കലി റിഫ്ലക്റ്റ് ചെയ്യും. നമ്മൾ എന്ത് ചേഞ്ചസ് ഇവിടെ വരുത്തി കഴിഞ്ഞാലും, ഇപ്പോൾ നെയിം ചേഞ്ച് ചെയ്തു. ഇപ്പോൾ അലീൻ്റെ പേര് ഞാൻ അലി മുഹമ്മദ് MOHM എന്ന് കൊടുത്തു, മുഹമ്മദ്. ജസ്റ്റ് എൻ്റർ ചെയ്ത് നോക്കാം. ഇവിടെ എന്തായി പേര് നോക്കും. ജസ്റ്റ് സീ ദിസ് ആക്സിസ് അലി മുഹമ്മദ്. ഇനി ഇംഗ്ലീഷ്, ഇവിടെ ഞാൻ ഇംഗ്ലീഷിന് ഷോർട്ട് ഫോം കൊടുത്തു വിചാരിക്കാം. ENG മാത്രമേ കൊടുത്തുള്ളൂ. ജസ്റ്റ് ഒരു ചേഞ്ചിന് കാണാൻ ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, ഈ സൈഡിൽ ആ ചേഞ്ച് ഇവിടെയും വന്നു. നമ്മൾ എന്ത് ഡാറ്റ സീരീസിൽ നമ്മൾ എന്ത് ചേഞ്ച് ചെയ്താലും അതെല്ലാം നമ്മുടെ ഈ ചാർട്ടിന് റിഫ്ലക്റ്റ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി റിഫ്ലക്റ്റ് ചെയ്യും. നമ്മളൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് ഈസ് ഡാറ്റ സീരീസ്. നെക്സ്റ്റ് ഈസ് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. എന്തായിരിക്കും എക്സ് ആക്സിസും വൈ ആക്സിസും? ഞാനിവിടെ പിക്ചർ കാണിച്ചു തന്നു. ഇതെന്താണ്? താഴെ ഈ ഹൊറിസോണ്ടൽ ലൈനെയാണ് നമ്മൾ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്, ആൻഡ് വെർട്ടിക്കൽ ലൈനെയാണ് നമ്മൾ വൈ ആക്സിസ് എന്ന് പറയുന്നത്. സോ എന്തായിരിക്കും ഇതിൽ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ കാണുന്നത്. എക്സ് ആക്സിസ് ഈസ് ദ ഹൊറിസോണ്ടൽ ആക്സിസ് ഓഫ് എ ചാർട്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കാറ്റഗറി ആക്സിസ്. ഇതിനെയാണ് നമ്മൾ കാറ്റഗറി ആക്സിസിന് കൂടി നമ്മളിതിനെ പറയും. അതായത് നമ്മൾ ഈ പേരിനെയാണ് നമ്മൾ കാറ്റഗറി എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൈ ആക്സിസ് ഈസ് ദ വെർട്ടിക്കൽ. വാല്യൂസ് എല്ലാം കൊടുക്കുന്നത് തന്നെയാണ് വൈ ആക്സിസ് എന്ന് പറയുന്നത്. കണ്ടോ? ഇവിടെ മാർക്ക് എല്ലാം കൊടുത്തതിനാണ് വാല്യൂസ് അല്ലേ? ഈ വാല്യൂസ് എല്ലാം കൊടുത്തിട്ടുള്ളത് വൈ ആക്സിസിലാണ്. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ഈസ് ചാർട്ട് ടൈറ്റിൽ. എന്താണ് ചാർട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ? ഞാൻ മൗസ് പോയിൻ്റർ കൊണ്ടുവച്ചിട്ടുണ്ട്, അവിടെ കാണാം. കണ്ടോ? നമ്മൾ എവിടെ കൊണ്ടുവച്ചാലും അതിൻ്റെ നെയിംസ് ഓട്ടോമാറ്റിക്കലി കാണിക്കും. സോ ഇവിടെ ഞാൻ കണ്ടോ മോഡൽ നമ്മൾ ഈ ചാർട്ടിന് കൊടുക്കുന്ന നെയിം, ദാറ്റ് ഈസ് ദ ചാർട്ട് ടൈറ്റിൽ. നമുക്കത് ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മാറ്റി എന്ത് വേണമെങ്കിൽ കൊടുക്കാം. മാർക്ക് ലിസ്റ്റ് ഓഫ് ഫസ്റ്റ് എക്സാം കൊടുത്തു. സാധാരണ ചേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ ചേഞ്ച് ചെയ്തു. ഓക്കെ. നെക്സ്റ്റ് ഈസ് ആക്സിസ് ടൈറ്റിൽ. what is axis title? what is axis title? ഇവിടെ എനേബിൾ ചെയ്തിട്ടില്ല അല്ലേ? നമുക്ക് കാണിച്ചു തരാം. വ്യൂവിൽ ചാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കണ്ടോ? ആക്സിസ് ടൈറ്റിൽ കണ്ടോ വന്നത്? ദിസ് ഈസ് ദ ആക്സിസ് ടൈറ്റിൽ. സ്റ്റെപ്സ് പറഞ്ഞുതരാം എങ്ങനെയാണ് ഈ ആക്സിസിനുള്ള പേര്. ഇത് ഈ ചാർട്ടിൻ്റെ കംപ്ലീറ്റ് ചാർട്ടിൻ്റെ നെയിമാണ് ചാർട്ട് ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ? ആ ചാപ്റ്ററിൻ്റെ പേര് അല്ലേ? അപ്പോൾ ഈ ചാർട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് ഈ ഒരു ചാർട്ടിൻ്റെ പേര്. ആക്സിസ് ടൈറ്റിൽ എന്ന് പറഞ്ഞാലോ ഈ ഒരു ആക്സിസിൻ്റെ പേര്. സോ ഇത് നെയിംസ് ആണല്ലോ ഈ കാണുന്നതെല്ലാം. രവി, റിയ, അലി, മോഹൻ, ജോസഫ് എന്നൊക്കെ പറഞ്ഞ നെയിംസ് ആണല്ലോ. സോ ദാറ്റ് ഈസ് ചാർട്ട് ടൈറ്റിൽ. ആൻഡ് ഹിയർ ഓൾസോ വി ക്യാൻ സീ ദ വെർട്ടിക്കൽ ചാർട്ട് ടൈറ്റിൽ. മാർക്സ്. നെക്സ്റ്റ് ഈസ് ചാർട്ട് ഏരിയ. മൗസ് പോയിൻ്റർ ഞാൻ ഇങ്ങനെ കൊണ്ടുവച്ചു. എന്താ ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ? ചാർട്ട് ഏരിയ. അതായത് സിമ്പിളാണ്. ഈ ഒരു ചാർട്ട് ഈ ഒരു ഷീറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കംപ്ലീറ്റ് ബൗണ്ടറി ബോക്സ് ഇല്ലേ, ഈ ഒരു ബോക്സ് കംപ്ലീറ്റ് ഏരിയ, ഇതിനാണ് ചാർട്ട് ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയ അപ്പം ഞാൻ ഈ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് നീങ്ങി വരുന്നതെല്ലാം ചാർട്ട് ഏരിയ. അതിലെല്ലാം വരും. ചാർട്ട് ടൈറ്റിൽ വരും, ആക്സിസ് ടൈറ്റിൽ വരും, നമ്മളിത് ഈ കാണാൻ പോകുന്നത് ലെജൻഡ് എന്ന് പറയും, ഇത് വരും. എല്ലാം വരുന്നതാണ് ചാർട്ട് ഏരിയ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് പ്ലോട്ട് ഏരിയ. എന്തായിരിക്കും പ്ലോട്ട് ഏരിയ? ഉണ്ടോ? പ്ലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് മൈ പ്ലോട്ടിങ്? പ്ലോട്ടിങ് ഡയഗ്രാം എന്നൊക്കെ നമ്മൾ പറയില്ലേ, വരയ്ക്കുക അല്ലേ? നമ്മൾ എവിടെയാണോ ഈ ചാർട്ട് വരച്ചിട്ടുള്ളത് ഈ ഒരു ഏരിയ, ഇതിനെയാണ് പ്ലോട്ട് ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ പോയിൻ്റർ ശരിക്കും ശ്രദ്ധിക്കണേ. സോ ഡിഫറൻസ് ബിറ്റ്വീൻ ചാർട്ട് ഏരിയ പ്ലോട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ, ചാർട്ട് ഏരിയ മീൻസ് കംപ്ലീറ്റ് ചാർട്ട്, ഈ ഒരു ഏരിയ മൊത്തത്തിനെയാണ് ചാർട്ട് ഏരിയ എന്ന് പറയുന്നത്. പ്ലോട്ട് ഏരിയ മീൻസ്
ഇതാ ഈ ഒരു ജസ്റ്റ് ഈ ഒരു ചാർട്ട് പ്ലോട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ മാത്രം, വേറൊന്നുമില്ല. ഇറ്റ്സ് എ റെക്ടാങ്കുലർ ഏരിയ ബൗണ്ടഡ് ബൈ ദ 2 ആക്സിസ്. ഈ 2 ആക്സിസിൻ്റെ ഇടയിൽ വരുന്ന ഈ ഒരു ഏരിയയാണ് എന്ത് പറയണത്? പ്ലോട്ട് ഏരിയ എന്ന് പറയണത്. ആൻഡ് വാട്ട് ഈസ് നെക്സ്റ്റ് വൺ? ലെജൻഡ്. Legend identifies data series. A unique color or pattern is assigned to each data series. ഇതാ ഇവിടെ കണ്ടോ, ഈ കൊടുത്തിരിക്കുന്നതാണ് ലെജൻഡ് എന്ന് പറയുന്നത്. മാത്സ് എന്ന് പറഞ്ഞാൽ ബ്ലൂ കളർ, ഇംഗ്ലീഷ് ഈ ഒരു മെറൂൺ കളർ, സയൻസ്, ഹിന്ദി, ഇങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതിനാണ് ലെജൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സോഷ്യലൊക്കെ മാപ്പൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കില്ലേ? ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ആണ്, ബ്ലൂ കളർ എന്ന് പറഞ്ഞാൽ സീ, വാട്ടർ സോഴ്സാണ്, അങ്ങനെയൊക്കെ പറയുന്നത്. അതേപോലെ വരുന്നതിനെയാണ് ഇവിടെയും പറയുന്നത് ലെജൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ നോക്കിയിട്ട് ഈ ചാർട്ട് നോക്കിയിട്ട് ഇന്ന സബ്ജക്റ്റ് ആരുടെയാണ്, എത്രയാണ് മാർക്ക്, നമുക്ക് ഈ ഒരു ലെജൻഡ് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇവിടെ ഈ ലെജൻഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഏത് സബ്ജക്റ്റ് എന്ന് മനസ്സിലാവുമോ? ഇല്ല. കിട്ടിയോ? ദാറ്റ് ഈസ് ലെജൻഡ്. നെക്സ്റ്റ് വൺ ഈസ് ഗ്രിഡ് ലൈൻ. ഗ്രിഡ് ലൈൻ ഇതാ, ഗ്രിഡ് ലൈൻ, ഈ ഒരു ലൈൻ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും കുറേ ലൈൻസ് ഉണ്ടാവും അല്ലേ? എങ്കിലല്ലേ നമുക്ക് ചാർട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ ഗ്രാഫ് പേപ്പറിൽ ചാർട്ട് വരച്ചിട്ടില്ലേ? ഗ്രാഫ് പേപ്പർ കണ്ടിട്ടില്ലേ? ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻസ് ഇങ്ങനെ വരുന്നതിനെയാണ് ഗ്രിഡ് ലൈൻസ്. പല ടൈപ്പ് ഓഫ് ഗ്രിഡ് ലൈൻസിന് ഞാൻ കാണിച്ചു തരാം, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ നെക്സ്റ്റ് ഒരു ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഈ ഒരു കമ്പോണൻസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഇൻസേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. ഇതിലേക്ക് നോക്കട്ടെ, ലാസ്റ്റ് നോക്കാം. സോ ദിസ് ഇസ് ദ ഗ്രിഡ് ലൈൻസ്. നെക്സ്റ്റ് ഈസ് ഡാറ്റ ലേബിൾ. വാട്ട് ഈസ് ഡാറ്റ ലേബിൾ? പോയിൻ്റർ ശ്രദ്ധിക്കുക. ഞാൻ ഒരു മാർക്കിൻ്റെ, ജോസഫിൻ്റെ ഒരു മാർക്കിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അവിടെ കണ്ടോ ഡാറ്റ ലേബിളിന് എഴുതി കാണിക്കാനാണ്ട. ഈ ഒരു ഡാറ്റയെ കുറിച്ചിട്ടുള്ള അതിൻ്റെ ഒരു നെയിം, ഇപ്പോൾ അവിടെ ഒരു മാർക്കാണ് ഈ കാണിക്കുന്നത്. അതിനാണ് ഡാറ്റ ലേബിൾ. ഒരു പെർട്ടിക്കുലർ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്. സയൻസിൻ്റെ ഡാറ്റ, ഇംഗ്ലീഷിൻ്റെ ഡാറ്റ, ഇനി റിയയുടെ ഹിന്ദിയിലെ ഡാറ്റ, ഇതിനെയാണ് ഡാറ്റ ലേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നെക്സ്റ്റ് ഇവിടെ നോക്കിയാൽ ഞാൻ പിക്ചറിൽ കാണിച്ചു തരാം. ചാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലേ ഔട്ട് ടാബിലേക്ക് വരിക. ലേ ഔട്ട് ടാബിൽ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ലേബിൾ ഗ്രൂപ്പ്, ആക്സിസ് ഗ്രൂപ്പ് കണ്ടോ, ബാക്ക്ഗ്രൗണ്ട്, ഇതിലെല്ലാം ഇവിടെ കിടക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കെല്ലാം ഓരോരോ ഓപ്ഷൻസ് ആയിട്ട് ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കാം. ആക്സിസ് ടൈറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാം, ലെജൻഡ്സ് നിങ്ങൾക്ക് കൊടുക്കാം. ലെജൻഡാണ് ഇപ്പോൾ ഏത് സൈഡിലാണ് ലെജൻഡ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. ഇനി ഞാൻ ലെജൻഡിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റി നോക്കാം, ലെഫ്റ്റ് സൈഡിലേക്ക് മാറി. ലെജൻഡ്സ് എടുത്ത് ഞാൻ ബോട്ടം കൊടുത്ത് നോക്കാം, ഉണ്ടോ, ബോട്ടത്തിലേക്ക് മാറി. അങ്ങനെ എവിടെ വേണമെങ്കിൽ നമുക്ക് ലെജൻഡ്സ് കൊടുക്കാം. ഇനി ഡാറ്റ ലേബിൾ, ഡാറ്റ ലേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഇവിടെ ഉണ്ട് അല്ലേ? ഇനി ഞാൻ വേറെ സൈഡിലേക്ക് മാറ്റി, ഉണ്ടോ, താഴത്തേക്ക് മാറി ഡാറ്റ ലേബിൾ. ഇനി നെക്സ്റ്റ് ഡാറ്റ ടേബിൾ. ടേബിൾ ഇവിടുത്തെ ഈ ടേബിൾ അതേപോലെ നമുക്ക് ഈ ഗ്രാഫിലേക്ക് വരും, നോക്കാം. ഇവിടെ കൊടുത്ത ഈ ഡാറ്റ സീരീസ് എന്ന് നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ, ഈ ഒരു ഡാറ്റ സീരീസ് ഇങ്ങോട്ട് വന്നു. നെക്സ്റ്റ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതൊക്കെ ഉണ്ട് നോക്കാം. ഗ്രിഡ് ലൈൻസ് വന്നു കഴിഞ്ഞാൽ മേജർ ഗ്രിഡ് ലൈൻസ് ഉണ്ട്, മൈനർ ഗ്രിഡ് ലൈൻസ് ഉണ്ട്. നമുക്ക് നോക്കാം മൈനർ എന്താണ്. കുഞ്ഞോന്ന് ചെറുതായിട്ട് വന്നതുണ്ടോ? നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് മേജർ ഗ്രിഡ് ലൈൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മേജർ ഗ്രിഡ് ലൈൻസ്. ഇനി ഗ്രിഡ് ലൈൻസ് വന്നു കഴിഞ്ഞാൽ മൈനർ ഗ്രിഡ് ലൈൻസ്, അതിൻ്റെ ഇടയിൽ ചെറുത് വന്നു. അതേപോലെ തന്നെ വെർട്ടിക്കൽ ഉണ്ടായിരിക്കും. വെർട്ടിക്കൽ മേജർ വന്നു, ഇനി വെർട്ടിക്കലിന് മൈനർ കൊടുക്കും. ദിസ് ഈസ് ഗ്രിഡ് ലൈൻസ്, ബാക്കിൽ വരുന്ന ഈ ലൈൻസ്. So these are the different components which we can see in MS Excel chart. Once again, data series, x-axis, y-axis, chart title, axis title. What is data series? The data series are the data entries. Your data entries are data series എന്ന് പറയുന്നത്. Next is x-axis. The horizontal axis is known as the x-axis, and y-axis the vertical axis.
നെക്സ്റ്റ് ചാർട്ട് ടൈറ്റിൽ ഇതാ ഈ ടോപ്പിൽ കാണുന്നതിനാണ് ചാർട്ട് ടൈറ്റിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആക്സിസ് ടൈറ്റിൽ ഇതാ ഞാൻ ഇവിടെ കാണിച്ചത് ആക്സിസ് ടൈറ്റിൽ എന്ന് പറയുന്നത്. നെയിം ഇവിടെയാണെങ്കിൽ മാർക്സ്. നെക്സ്റ്റ് ചാർട്ട് ഏരിയ, ഒരു കംപ്ലീറ്റ് ചാർട്ട് പ്ലോട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയനെയാണ് ചാർട്ട് ഏരിയ എന്ന് പറയുന്നത്. പ്ലോട്ട് ഏരിയ എന്ന് പറഞ്ഞാലോ ദ റെക്ടാങ്കുലർ ബൗണ്ടറി വിച്ച് ആക്സിസ് ആർ ഡിഫൈൻ. ഈ ആക്സിസിൻ്റെ ഉള്ളിൽ വരുന്നതിനെയാണ് പ്ലോട്ട് ഏരിയ എന്ന് പറയുന്നത്. ലെജൻഡ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു പാറ്റേൺസ് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് ലെജൻഡ് എന്ന് പറയുന്നത്. ഗ്രിഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇതാ ഈ ചെറിയ ചെറിയ മേജർ ആൻഡ് മൈനർ ഗ്രിഡ് ലൈൻസ് ഉണ്ടോ, ഇതിനാണ് ഗ്രിഡ് ലൈൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഡാറ്റ ലേബിൾസ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ വാല്യൂസ് ഈ ഡാറ്റയിലേക്ക് ഗ്രാഫിലേക്ക് വരുന്നതിനാണ് ഡാറ്റ ലേബിൾസ് എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ഒന്നുകൂടി നമ്മൾ ജസ്റ്റ് നോക്കാം ആദ്യം മുതൽ. ചാർട്ട് മീൻസ് pictorial representation of a data in a workbook which help us to compare, analyze and observe the patterns and trends. Different patterns and different trends എല്ലാം അതിലുണ്ടായിരിക്കും. അതിനാണ് നമ്മൾ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് സീൻ how to create a chart. For creating a chart, just select the data series, go to the insert tab. From the insert tab you can see the charts group and you can select any of the chart. Okay, you can select the cylinder type. The shape is like a cylinder 3D. And we have seen the different components. Okay, I think you have cleared the chapter. For a first part up to this we can stop the chapter. നമുക്ക് ഇതുവരെ വെച്ച് ഇനിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് നോക്കാം. സിമ്പിളാണ് ചാപ്റ്റേഴ്സ്. നമുക്ക് ടൈപ്സ് ഓഫ് ചാർട്ട്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ടെക്സ്റ്റിലുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക. അതിൻ്റെ ഇടയിലുള്ള പോർഷൻസ് ഇത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഒരു ക്ലാസ്സിലേക്ക് ഞാൻ എടുത്തു തരാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി എനിക്ക് ചാറ്റ് ചെയ്യാം. വാട്സപ്പിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.